Next portion, let f of t be the given function and given that 10 cos pi t for 1 less than or equal to t less than 2 എന്ന് പറയുന്നത് 0 elsewhere. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഇൻ്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പറഞ്ഞ അതേമാതിരി തന്നെ നമുക്കിവിടെ ക്ലോസ്ഡ് ആയിട്ട് വരിക 1 എന്ന് പറയുന്ന പോയിന്റിൽ, ഓപ്പൺ ആയിട്ട് പറയുക 2 എന്ന് പറയുന്ന പോയിന്റിൽ. ഇവിടെ നിന്ന് ഇത്രയും പോർഷനിലും ആ ഫംഗ്ഷൻ 0 ആയിരിക്കും, ഇവിടെ നിന്നുള്ള ഈ റിമൈനിങ് പോർഷനിലും 0 ആയിരിക്കും. ആകെ ഈ ഒരു പോർഷനിൽ മാത്രമാണ് 10 cos pi t എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തിന് വരാറുള്ളൂ? എഫ് ഓഫ് ടിക്ക് വരുള്ളൂ. ഇപ്പം നമ്മളിവിടെ വീണ്ടും എന്തെല്ലാം ചെയ്യേണ്ടത്? നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എഫ് ഓഫ് ടി is equal to cos 10 cos pi t for 1 less than or equal to t less than 2, t strictly less than 2 എന്ന് പറയുന്നതിന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിൽ എഴുതാം. അങ്ങനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിൽ നമ്മൾ എങ്ങനെ എഴുതുമ്പോൾ എന്താ വരിക? എഫ് ഓഫ് ടി is equal to 10 cos pi t into u1 of t minus u2 of t എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ എന്താ വരിക? എൽ ഓഫ് എഫ് ഓഫ് ടി, എൽ ഓഫ് എഫ് ഓഫ് ടി is equal to എൽ ഓഫ് 10 cos pi t into u1 of t minus എൽ ഓഫ് 10 cos pi t into u2 of t. ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് ഡയറക്റ്റ്ലി ഞങ്ങൾ പറയുക ചെയ്ത് ഇവിടെ നെക്സ്റ്റ് എൽ ഓഫ് എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ u1ഉം ഇതിൻ്റെ ഉള്ളിൽ u2. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത്, ഈ കേസിൽ എ എന്ന് പറയുന്നത് 1, ഈ കേസിൽ എ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? അതായത് u1 ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഫോമിൽ വരുത്തണം. എങ്ങനെ വരുത്തേണ്ടത്? u1 ഓഫ് ടി ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് ടി മൈനസ് 1 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് പൈ ടി ആണ്. അപ്പം നമുക്ക് ഇനി വരേണ്ടത് ഒരു ഫംഗ്ഷൻ ഓഫ് കോസ് പൈ ഇൻറ്റു ടി മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഫോമിൽ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടീൻ്റെ ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം എങ്ങനെ, ഈ ഒരു ടേമിൻ്റെ മാത്രം എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ 10 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ച് അത് പുറത്തേക്ക് എടുത്തുമ്പോൾ എൽ ഓഫ് കോസ് പൈ ടി ഇൻറ്റു u1 ഓഫ് ടി എന്ന് വന്നു. ഈ കോസ് പൈ ടീനെ നമ്മളിങ്ങനെ എഴുതാണ് കോസ് പൈ ഇൻറ്റു, ഒരു മിനിറ്റ്, കോസ് പൈ ടി എന്ന് പറയുന്നതിന് ഞാൻ ഈ ഒരു ആംഗിളിൻ്റെ കൂടെ ഒരു പൈ ആഡ് ചെയ്യുകയും ഒരു പൈ എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ കോസ് ഇൻറ്റു പൈ ഇൻറ്റു ടി മൈനസ് 1 പ്ലസ് പൈ എന്ന് പറയുന്ന ഫോമിൽ വന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച ഒരു റിസൾട്ടാണ് കോസ് തീറ്റ പ്ലസ് പൈ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോസ് പൈ ഇൻറ്റു ടി മൈനസ് 1 എന്ന് പറയുന്ന ഫോമിൽ വന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക? 10 ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ടി ഇൻറ്റു u1 ഓഫ് ടീനെ നമ്മൾ എങ്ങനെ ആക്കി എഴുതി? മൈനസ് 10 ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു u1 ഓഫ് ടി എന്ന് നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? u1 ഓഫ് ടി ഇൻറ്റു ഒരു ഫംഗ്ഷൻ ഓഫ് ടി മൈനസ് 1 എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഏതായിരുന്നു? 1 ആയിരുന്നു അല്ലേ. അപ്പം നമ്മുടെ ഇൻവേഴ്സ് ലാപ്ലാസ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടീൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് എൽ ഓഫ് യു എ ഓഫ് ടീൻ്റെ എഫ് ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു. അത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എ എന്തായിരുന്നു? 1 ആയിരുന്നു. സോ ഇ പവർ മൈനസ് 1 ഇൻറ്റു എസ് വരുമ്പോൾ ഇ പവർ മൈനസ് എസ് ഇൻറ്റു ഇവിടുത്തെ എഫ് ഓഫ് ടി ഏതായിരുന്നു? കോസ് പൈ ടി ആയിരുന്നു അല്ലേ. അപ്പോൾ എന്തൊരു എൽ ഓഫ് കോസ് പൈ ടി എന്ന് എഴുതി. ഇനി നമുക്ക് കോസ് പൈ ടീൻ്റെ നമുക്ക് എൽ ഓഫ് കോസ് പൈ ടി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. എന്താണ്? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്ന് പറഞ്ഞ്. സോ ഇത് കറസ്പോണ്ടിങ് ടേമിന് നമുക്ക് എന്ത് കിട്ടും? എസ് ഇൻറ്റു ഇ പവർ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഇനി ഇതേമാതിരി നമുക്കിവിടെ ഒരെണ്ണം, ഞാൻ ഇപ്പോൾ ഒരു ടേം മാത്രമേ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ അല്ലേ. മറ്റൊരു ടേം കൂടി ഉണ്ടായിരുന്നു. എന്താ മറ്റൊരു ടേം ഇവിടെ ഉണ്ടായിരുന്നത്? അതായത് 10 ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ടി ഇൻറ്റു u2 ഓഫ് ടി എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് അത് എങ്ങനെ എഴുതണം? u2 ഓഫ് ടി ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് പൈ ഇൻറ്റു ടി മൈനസ് 2 എന്ന് പറയുന്നത്, അതായത് ഫംഗ്ഷൻ ഓഫ് ടി മൈനസ് 2 എന്ന് പറയുന്ന ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കോസ്
പൈ ഇൻറ്റു ടി മൈനസ് ടു എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. അതിന് ഈ പൈൻ്റെ കോസ് പൈ ടി എന്ന് പറയുന്ന ആംഗിളിൻ്റെ കൂടെ ഒരു 2π ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഒരു കേസിൽ പറഞ്ഞ അതേ സിമിലർ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തു വരാം. അവിടെ ആകെ ശ്രദ്ധിക്കാനുള്ളത് കോസ് തീറ്റ പ്ലസ് 2π എന്ന് പറയുന്നത് കോസ് തീറ്റ എന്നായിരിക്കും. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് റിസൾട്ട് ഉള്ളത്? കോസ് തീറ്റ പ്ലസ് പൈ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ എന്നും കോസ് തീറ്റ പ്ലസ് 2π ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നുമാണ് നമ്മുടെ റിസൾട്ട് ഉള്ളത്. അപ്പോൾ ആ രണ്ട് റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. അപ്പം നമുക്ക് ലാസ്റ്റ് അങ്ങനെ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും എൽ ഓഫ് കോസ് പൈ ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു യു 2 ഓഫ് ടി. അത് വരുമ്പോൾ ഇവിടെ എ എന്താണ്? 2 ആണ് അല്ലേ? എ 2 ആയി വരുമ്പോൾ ഇ പവർ മൈനസ് 2s ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ടി എന്ന് നമുക്ക് കിട്ടും. എൽ ഓഫ് കോസ് പൈ ടിൻ്റെ വാല്യൂ നമുക്കറിയാലോ, എന്താ? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്ന് പറയുന്നത്. 10 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് രണ്ട് ടേമിലും. അതിനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിലൊരു എസ് എന്ന് പറയുന്ന ടേമും രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വരും. സോ ആ എസിനെ കൂടി പുറത്തേക്ക് എടുക്കുമ്പോൾ -10 ഇൻറ്റു എസ് ഇൻറ്റു ഇ പവർ മൈനസ് എസ് പ്ലസ് ഇ പവർ മൈനസ് 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഐഡിയ എത്ര മാത്രമേ ഉള്ളൂ. തന്നൊരു ഫംഗ്ഷൻ ഈ ഒരു ഫോമിലാണ് ഇൻ്റർവെല്ലൊക്കെ തന്നെങ്കിൽ അതിനെ ഇങ്ങനെയാണ് എഫ് ഓഫ് ടി എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുക. 10 cos t ഇൻറ്റു u1 ഓഫ് ടി എന്നും ഇതേ ഇൻറ്റു ഇത് എന്ന് എഴുതാം. എന്നിട്ട് എൽ ഓഫ് ദിസ് എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ 10 കോമൺ ആയിരിക്കും. അങ്ങനെ ഓരോന്ന് പുറത്തേക്ക് എടുത്ത് എഴുതാം. അപ്പം നമുക്ക് എൽ ഓഫ് കോസ് പൈ ടി ഇൻറ്റു u1 ഓഫ് ടിയും -10 ഇൻറ്റു എൽ ഓഫ് u2 ഓഫ് ടി ഇൻറ്റു കോസ് പൈ ടി എന്ന് കിട്ടും. അപ്പം നമ്മൾ അതിനെ ഇനി യു എ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്ന ഫോമിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഇവിടുത്തെ ഒരു ഫസ്റ്റത്തെ വണ്ണിൽ എ എന്ന് പറയുന്നത് 1ഉം സെക്കൻഡത്തെ ആ ടേമിൽ എ എന്ന് പറയുന്നത് 2 ആയിരുന്നു. സോ നമുക്ക് ആ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തി സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത് ആ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലത്തിലോട്ട് ഉള്ളത്.